സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വൈകുന്ന പശ്ചാത്തലത്തിൽ കെ സുധാകരൻ ദില്ലിയിൽ തന്നെ തുടരുകയാണ്. സുധാകരനെ വരവേൽക്കാൻ വിപുലമായ സ്വീകരണ പരിപാടിയാണ് അനുയായികൾ ഒരുക്കുന്നത്. അതേസമയം നേരത്തെ തയ്യാറാക്കിയ പട്ടിക മാറില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. നോബിൾ മാരിക്കാരനും ആർ റോഷിപാലും അർജുൻ കല്യാടും അഭിജിത്ത് മുഴക്കുന്നും സിനോ തോമസും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നോബിളിലേക്കാണ്. നോബിൾ, ഈ ചർച്ചകൾക്കൊടുവിൽ സുധാകരന്റെ കടുംപിടുത്തത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത. പക്ഷെ അവസാന നിമിഷവും ഈ പട്ടിക വന്ന തന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമേ ദില്ലിയിൽ നിന്നൊരു മടക്കമുള്ളൂ എന്ന നിലയാണ് കെ സുധാകരൻ സ്വീകരിക്കുന്നത്. മധു, കെ സുധാകരന്റെ സ്ഥാനാർത്ഥം എന്താണെങ്കിലും ഇപ്പോൾ ഉറപ്പായിട്ട്. പക്ഷേ അതിൽ ഉറപ്പ് മാത്രം പോരാ, പട്ടികയെ അത് പുറത്തേക്ക് വരണം. അതിനുശേഷം മാത്രമാണ് മുൻപെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് കെ സുധാകരനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ കെ സുധാകരൻ നിശ്ചയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമാണ് 12 മണിക്ക്. 12 മണി എന്നൊരു സമയം നിശ്ചയിക്കാനുള്ള കാരണം തന്നെ അതിനു മുൻപ് 11 മണിയോടെ കോൺഗ്രസിന് രണ്ടാമത്തെ പട്ടിക വരും. ആ പട്ടികയിൽ കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കണ്ണൂരിൽ താനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാകും. താൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ കെ സുധാകരൻ വളരെ സന്തോഷത്തോടെ പാർട്ടിക്ക് നന്ദി പറഞ്ഞ് നേരെ കണ്ണൂരിലേക്ക് പോയി തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങി പ്രചാരണം ആരംഭിക്കും. മറിച്ചാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയായിരുന്നു കെ സുധാകരൻ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നാട്ടിലും മണ്ഡലത്തിലും ഒക്കെ കെ സുധാകരൻ സജ്ജമാക്കി നിർത്തിയിരുന്നു. കെ സുധാകരന്റെ അനുയായികളുടെ വലിയ പ്രക്ഷോഭം, പ്രതിഷേധം നമ്മൾ ഇന്ന് കണ്ടതാണ്. വലിയ വികാരത്തോടെ പ്രവർത്തകർ ഇളകി വരുന്നത് നമ്മൾ കണ്ടതാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും കെ സുധാകരൻ ഇല്ലാതെ കണ്ണൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മാത്രമല്ല, കെ സുധാകരൻ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആലോചന കൊണ്ടെത്തിച്ചു. ഒപ്പം കോൺഗ്രസിൽ ഈ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രസ്. അതിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും കെ സുധാകരനൊപ്പം അണിനിരക്കാനുള്ള തീരുമാനം എടുത്തു. ഇവരൊക്കെ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ നേടിയെത്ത അല്ലെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതിൽ ഒരർത്ഥവും ഇല്ലാതാകുമെന്ന് കൃത്യമായി തന്നെ നേതൃത്വത്തിന് മനസ്സിലായി. ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇടപെട്ടു. രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് കൃത്യമായ ഒരു മറുപടി. ആരും പ്രതീക്ഷിക്കാതിരുന്ന എൻട്രിയാണ് ഈ വിവാദത്തിലേക്ക് AK ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ രണ്ടുപേരുടെ ഇടപെടലും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും സമവായ ശ്രമങ്ങളുമാണ് നിർണായകമായത്. തീർച്ചയായും ഈ രണ്ടുപേരുടെ ഇടപെടൽ, ഒന്ന് AK ആന്റണി എന്ന് പറഞ്ഞാൽ ഇന്നും കോൺഗ്രസിന്റെ അവസാന വാക്കുകളിൽ ഒന്നാണ്. രാഹുൽ ഗാന്ധിയോട് AK ആന്റണി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പൂർത്തീകരിച്ചു കൊടുക്കുക വളരെ അത്തരത്തിൽ ഉള്ള നേതാവാണ്. അത് സാധാരണ രാഹുൽ ഗാന്ധിയുടെ വളരെ അപൂർവമായി മാത്രമാണ് നേതൃത്വത്തോടെ AK ആന്റണി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ കെ സുധാകരനും AK ആന്റണിയും ഒരു ആശയവിനിമയം നടത്തി. അതിനുശേഷം AK ആന്റണി കൃത്യമായി തന്നെ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ അറിയിച്ച് സാഹചര്യം ബോധ്യപ്പെടുത്തി. കെ സുധാകരൻ എന്നാൽ കണ്ണൂരിന്റെ നേതാവ്. ആ നേതാവില്ലാതെ കണ്ണൂരിൽ കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങി കഴിഞ്ഞാൽ അത് തീർച്ചയായും തോൽവിയായിരിക്കും ഫലം എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഉണ്ടായി. കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചു. അതേ വിവരണം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഈ രണ്ട് ഫോൺ കോളുകൾ ഇത് പ്രധാനമായും രമേശ് ചെന്നിത്തലയും AK ആന്റണി നടത്തിയ സംഭാഷണങ്ങളാണ് ഇപ്പോൾ കെ സുധാകരന്റെ സ്ഥാനാർത്ഥത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പട്ടിക പുറത്തു വരിക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പട്ടിക പുറത്തു വരിക എന്ന് പറയുമ്പോഴും നേരത്തെ ഇന്നലെ നേതാക്കൾ ദില്ലി വിട്ടു പോകുമ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ ഈ പട്ടിക പുറത്തു വരും എന്നാണ്. പക്ഷേ അത് 11 മണിയായപ്പോഴും പട്ടിക വന്നില്ല. പിന്നീട് അത് 3 മണിയാകുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മാത്രമാണ് ഈ പട്ടിക വരികയുള്ളൂ എന്നാണ്. വലിയ നിരാശയായിരിക്കും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടാകാൻ പോകുന്ന സംശയമില്ല. കാരണം ഇന്നലെ അർദ്ധരാത്രി വരുമെന്ന് പറഞ്ഞ പട്ടിക ഇന്ന് അർദ്ധരാത്രിയെങ്കിലും വരുമോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു. എന്താണെങ്കിലും കെ സുധാകരൻ പട്ടിക പുറത്തു വന്ന് തന്റെ പേര് അതിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ദില്ലി വിടുകയുള്ളൂ എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം പദ്ധതിയിട്ടത് 6:25 ദില്ലിയിൽ നിന്ന് നേരെ കൊച്ചിക്ക് പറക്കുന്നു. കൊച്ചിയിൽ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിനെ ഇളക്കി മറിച്ച് അവിടെ വലിയ പ്രചരണം നടത്തുന്നു. അതായിരുന്നു കെ സുധാകരന്റെ പദ്ധതി. പക്ഷേ എന്താണെങ്കിലും ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് ഹൈക്കമാൻഡിനെ കൊമ്പ് കുത്തിച്ച് വിജയ ശ്രീലാളിതനായി മാത്രമേ കേരളത്തിൽ കാലുകുത്തുകയുള്ളൂ എന്ന് KS തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ആ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.